I am Dia. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ആഫ്റ്റർ സ്കൂൾ റൂട്ടീനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മളെ ഈ ഒരു വീഡിയോ കുറേ കാലം മുന്നേ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും എൻ്റെ ചാനൽ ഏറ്റവും കൂടുതൽ ഓടിയ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് തന്നെയാണ്, ആഫ്റ്റർ സ്കൂൾ റൂട്ടീനാണ്. അപ്പോൾ ഇത് ഞാൻ കുറേ ആയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കണേ. അപ്പം അങ്ങനെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ യൂണിഫോം. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. ഇപ്പോൾ 10th പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ട്യൂഷനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ട്യൂഷൻ നമുക്ക് രാവിലെ ആയതുകൊണ്ട് വൈകുന്നേരം അങ്ങനെ കൂടുതൽ നേരം വെക്കില്ല. നമ്മൾ വേഗം തന്നെ വീട്ടിലെത്തും. പിന്നെ അതുമല്ല വണ്ടിയിലാണ് വരുന്നത്, എക്സ്ട്രാ ബസ്സിലോ ഒന്നുമല്ല. അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ വീട്ടിലെത്തണതാണ്. അപ്പോൾ അതാ നമ്മളങ്ങനെ കുറച്ച് നേരം ഞാനിങ്ങനെ വീഡിയോസ് എടുത്തു. ഇനി നമുക്ക് ഒരുപാട് പണികളുണ്ട്. സ്കൂളിൽ കഴിഞ്ഞാലാണ് അതിൻ്റെ പണികളൊക്കെ തുടങ്ങുക. വെച്ചാൽ രാവിലെ നമുക്ക് ഒട്ടും നേരം ഉണ്ടാവില്ല. വേഗം മദ്രസയിൽ പോയി അത് കഴിഞ്ഞ് ട്യൂഷന് പോകാൻ വേണ്ടി അങ്ങനെയൊക്കെ ഓരോ ബിസി ആയിരിക്കും. വൈകുന്നേരമാണ് ഒക്കെ കാര്യമായിട്ട് ചെയ്യാൻ കഴിയുക. അപ്പോൾ നമ്മളവിടെ ബാഗിൽ നിന്ന് ആദ്യം ലഞ്ച് ബോക്സൊക്കെ എടുക്കുകയാണ്. അത് കഴുകിയിട്ടുണ്ടാവില്ല, അപ്പോൾ അത് കഴുകാൻ വേണ്ടി എടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പരിപാടിയാണ് TV ഇടുക. എന്തെങ്കിലും പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ ഇടുക. അധികം വ്ളോഗൊക്കെ ഇടും, അല്ലെങ്കിൽ സോങ്ങാണ്. ഞാൻ അധികം A.R. റഹ്മാൻ്റെ സോങ്ങൊക്കെയാണ് ഇടുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരെ പോകുന്നത്. പാട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മളെ യൂണിഫോം തിരുമ്പാനാണ്. അപ്പം ഇന്നിട്ട യൂണിഫോം ഇന്ന് തന്നെ തിരുമ്പണം എന്നാണ് ഞാൻ ഡെയിലി വിചാരിക്കലുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ നടക്കും, ചില ദിവസങ്ങളിൽ നടക്കില്ല. അപ്പം ഇന്ന് ഞാൻ തിരുമ്പാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇന്നിട്ട ഡ്രസ്സ് തിരുമ്പാൻ വേണ്ടി പോവാണ്. ഞാൻ തിരുമ്പാൻ വേണ്ടി പോകാൻ നിന്നപ്പോഴാണ് ഇവിടെ പൂച്ചയുടെ ഒരു കൂട്ടം കണ്ടത്. അപ്പോൾ വെറുതെ ട്രൈപോഡ് വെച്ചതാണ്. പക്ഷേ എനിക്ക് കിട്ടിയ വീഡിയോസ് എൻ്റെ എനിക്കൊന്നും പറയാനില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. അതിൻ്റെ ഇടയിൽ കൂടി കുഞ്ഞാപ്പും കൂടി കയറി ഇരുന്ന് വന്നു. എൻ്റെ മോനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. വീഡിയോ കുറച്ച് ലോങ് ആണ്, മീൻസ് ഈ ഒരു പൂച്ചേൻ്റെ വീഡിയോസ്. അതിന് ഞാൻ നിങ്ങളോട് സോറി ചോദിക്കുന്നു. പക്ഷെ എനിക്കിത് വീഡിയോയിൽ ചേർക്കാഞ്ഞിട്ട് ഒരു സമാധാനമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒട്ടും കട്ട് ചെയ്യാതെ ഞാൻ നേരിട്ടത്. നല്ല ഭംഗിയിൽ കാണാൻ എനിക്ക് ഇതുവരെ ഇതുപോലൊരു വീഡിയോ കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വയ്യ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു പൂച്ചയാൾ ഈ ഒരു പൂച്ചൻ്റെ അല്ല കേട്ടോ, അല്ല അങ്ങനെയല്ല, ഈ പൂച്ചക്കുട്ടിയാൾ ഈ പൂച്ചൻ്റെ അല്ല, വേറെ പൂച്ചൻ്റെയാണ്. പക്ഷെ നല്ല ഭംഗിയില്ലേ. ഇത് ഈ ഒരു കുഞ്ഞാപ്പി എന്ന് പറയുന്നത് ഈ പൂച്ചക്കുട്ടികളുടെ ഏട്ടത്തിയാണ്. ഏട്ടത്തി മീൻസ് താത്തയാണ്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ എൻ്റെ പേര് ഫാത്തിമ ദിയ. ഞാൻ ഇപ്പോൾ 10th പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ലൈഫ് സ്റ്റൈൽ, ഈസി ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, അതേപോലെ തന്നെ ചെറുതായിട്ടൊക്കെ എപ്പോഴെങ്കിലും ക്രാഫ്റ്റ് വീഡിയോസ്, പിന്നെ മേക്കപ്പ്, സ്കിൻ കെയർ, അങ്ങനെ തുടർന്ന് ഒരു ടീനേജേഴ്സിന്, ഒരു സ്കൂൾ പഠിക്കുന്ന എൻ്റെയൊക്കെ പ്രായമുള്ള കുട്ടികൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതുപോലത്തെ ഒരു നിങ്ങൾക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ചാനൽ. മീൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു ടീനേജേഴ്സിന് പറ്റിയ ഒരു അടിപൊളി ചാനലാണ്. അപ്പോൾ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ആക്കുക. കമൻറ്റാണ് നമ്മളെ മെയിൻ. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ നിർത്താമെന്ന് വിചാരിച്ചു. മീൻസ് നമ്മുടെ ചാനൽ പറ്റും ഒഴിവാക്കാൻ വിചാരിച്ചു. ഓൾഡ് വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആക്കി ഇനി ചാനലിൽ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചു. ബട്ട് എൻ്റെ ഉമ്മ പറഞ്ഞ്, അപ്പോൾ എന്നെ വിശ്വസിച്ച്. എനിക്കറിയാം കുറച്ച് ആൾക്കാർ പേര് ഹാനിയ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാവരുടെ പേരും എനിക്കറിയില്ല. എന്നാലും എനിക്ക് ഓരോ പ്രൊഫൈലൊക്കെ ഓർമ്മയുണ്ട്. ഓല് എന്നെ നല്ല സപ്പോർട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു കുറേ കാലമായിട്ട് എൻ്റെ വീഡിയോസിന് കമൻറ്റ് ഇടും. കമൻറ്റിലൂടെയാണ് നമുക്ക് കാര്യമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം മനസ്സിലാവുക. അപ്പോൾ ഓലൊക്കെ എൻ്റെ വീഡിയോ പ്രതീക്ഷിച്ച് നിൽക്കുന്നില്ലേ, അപ്പോൾ ഈ വീഡിയോ ഇടാൻ നിൽക്കലാണോ ചോദിച്ച് അങ്ങനെ പറഞ്ഞ് പിന്നെ എനിക്കും എന്തോ സങ്കടമായപ്പോഴാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടാമെന്ന് അങ്ങനെ ഫൈനലി വിചാരിച്ച്. നമ്മളുടെ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അങ്ങനെ നമ്മൾ തിരുമ്പിയതിന് ശേഷം ഞാൻ നേരെ ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ചെറിയൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ ഞാൻ വേഗം പർദ്ദ മാറ്റിയാണ്. എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പർദ്ദയാണ്. അതാകുമ്പോൾ ഉള്ള ഡ്രസ്സിൻ്റെ മേൽ കൂടി പർദ്ദ ഇട്ട് ഒരു ഷോളായാൽ നല്ല വൃത്തിയായില്ലേ. അങ്ങനെ അതൊക്കെ ആയിട്ട് അതൊക്കെ ഇട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇത്രയും ദിവസം ഭയങ്കര തൊണ്ടവേദനയായിരുന്നു. നമ്മൾ പെരുന്നാളങ്ങ് ആസ്വദിച്ച് പറഞ്ഞാൽ ആസ്വദിച്ചില്ല, അടിച്ചു പൊളിച്ചു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സൗണ്ടൊക്കെ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് സൗണ്ട് കുഴപ്പമില്ലാതെ വന്ന്. എന്നാലും കൂടുതൽ സൗണ്ടൊക്കെ ഉണ്ടാക്കിയാൽ അതും അടിച്ചു പോകും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കൂടുതൽ പ്രഷർ എടുക്കാതെ ഞാൻ വെച്ചൊക്കെയായിരുന്നു. അതാണ് ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ കാലമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്കൂൾ തുറന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഒരു ഏഴായപ്പോഴാണ് ഞാൻ കാര്യമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. കാരണം വിശപ്പ് അങ്ങ് നല്ല കൂടി വന്നിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല, സാധാ ചോറും പിന്നെ എന്താ പറയുക മാന്തൽ, അതേപോലെ തന്നെ ചീര ഉപ്പേരി ആയിരുന്നു. പിന്നെ എന്തോ വഴുതനയോ എന്തോ കറി ഉണ്ടായിരുന്നു. ഞാനത് കൂട്ടൂല, എനിക്കധികം പച്ചക്കറികളൊന്നും പറ്റൂല. അപ്പോൾ അതൊന്നും തിന്നാതെ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ആക്കി നമ്മൾ തിന്നാണ്. എൻ്റെ പൊതുവേള റൂട്ടീൻ ഇങ്ങനെയല്ല, പക്ഷേ ഇന്നത്തെ റൂട്ടീൻ ഇങ്ങനെ ആയിപ്പോയി. എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു നേരം 7 മണിയാകുമ്പോൾ ചിലപ്പോൾ ഹോംവർക്ക് ചെയ്താലൊക്കെ കയറലുണ്ട്. പക്ഷെ ഇന്നിങ്ങനെ ആയി. നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള റൂട്ടീൻ ബ്ലോഗ് നമുക്ക് വേറെ ഇടാം. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ TV ഇട്ടിട്ടുണ്ട്. നമ്മൾ വൈകുന്നേരം TV ഇട്ടില്ലേനു. അപ്പോൾ നമ്മൾ കാര്യമായിട്ടൊന്നും കണ്ടിട്ടൊന്നും
ഒന്നുമില്ല, ജസ്റ്റ് സോങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സോങ് ഇടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഴുതാനുണ്ട്. എഴുതുമ്പോൾ എന്താ വെച്ചാൽ വീഡിയോ ഇട്ടാൽ നമ്മളത് നോക്കി ഇങ്ങനെ ഇരിക്കും. നമ്മൾ മീൻസ് ഞാൻ എപ്പോഴും ഞാൻ വീഡിയോ നോക്കിയിരിക്കും. അതുകൊണ്ട് തന്നെ പാട്ടിട്ടാൽ ആ വലിയ സീനില്ല. അപ്പോൾ പാട്ടിൻ്റെ ഫ്ലോയിൽ ഇങ്ങനെ പഠിക്കുകയും ചെയ്യാൻ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടിട്ടാണ്ട് എഴുതുക. അതേപോലെ തന്നെ വായിക്കുകയാണെങ്കിലും എനിക്ക് പാട്ടൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഫസ്റ്റിക്കൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഞാൻ പാട്ടിട്ട് ശീലമായി. ഇപ്പോൾ എനിക്കങ്ങനെ പഠിക്കുമ്പോഴായാലും പാട്ടിൻ്റെ ഫ്ലോയിൽ പാട്ടിലേക്ക് ശ്രദ്ധ പോവില്ല. ആ ഒരു പാട്ട് എനിക്കൊരു നല്ല രീതിയിൽ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടാണ് തോന്നാറ്. അങ്ങനെ നമ്മൾ നേരെ മേലേക്ക് ചെന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാളത്തെ ടൈം ടേബിൾ എടുത്ത് വെക്കുകയാണ്. അതേപോലെ തന്നെ ട്യൂഷൻക്കുള്ള സബ്ജക്റ്റ് കൊടുത്ത് വെക്കുകയാണ്. ഞങ്ങൾക്ക് ഡെയിലി ട്യൂഷൻ ഉണ്ട്. ഹോളിഡേ ബാച്ച് അല്ല, ഡെയിലി രാവിലെ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഹോളിഡേ സ്കൂളില്ലാത്ത ദിവസങ്ങൾ നമുക്കൊരു 4 മണിക്കൂറും 3 മണിക്കൂറും ക്ലാസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടൈം ടേബിളൊക്കെ എടുത്ത് വെക്കുകയാണ്. നാളെ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് മാറ്റി വെച്ചെടുക്കുകയാണ്. നമ്മളൊരു സമയത്ത് ഭയങ്കര പൊലിവിൽ കുറച്ച് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിടാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ക്രാഫ്റ്റ് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കെടുള്ള പരിപാടിയാണ്. ക്രാഫ്റ്റ് ചെയ്യണം, അതിൻ്റെ ഇപ്പോൾ വീഡിയോ എടുക്കണം. അത് ഭയങ്കര എനിക്ക് പറഞ്ഞാൽ എൻ്റെ ഒരു കംഫോർട്ട് സോൺ എങ്ങനെ വെച്ചാൽ എൻ്റെ ഒരു ഇതുണ്ട് പല രീതിയിൽ നിന്നിട്ട് ചെയ്യുക അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ ക്രാഫ്റ്റ് എടുക്കുമ്പോൾ അങ്ങനെയല്ല, അതിക്ക് കാണിച്ച് അങ്ങനെ ചെയ്യണം. അതെനിക്ക് ഭയങ്കര പണിയുള്ള കാര്യമാണ്. പിന്നെ പക്ഷേ എത്ര പണിയെടുത്താലും അതിനുള്ള റിസൾട്ട് നമുക്ക് ക്രാഫ്റ്റ് വീഡിയോയിൽ കിട്ടും. കുഴപ്പമില്ലാതൊക്കെ നമുക്ക് അത്യാവശ്യം വ്യൂവേഴ്സൊക്കെ കിട്ടും. പക്ഷേ എടുക്കൽ ഭയങ്കര റിസ്ക്കാണ്. ഇപ്പോൾ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് ആ എടുക്കൽ കുറച്ച് പണിയാണ്. പക്ഷെ നമ്മളെ ഡെസ്ക് നമുക്ക് ഒരു എന്താ പറയുക, ഒരു ബുക്ക് ഓർഗനൈസറും അതേപോലെ തന്നെ വേറൊരു ഓർഗനൈസറും ഉണ്ടാക്കണമെന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് മേക്ക് ഓവർ എടുത്തില്ല. അപ്പോൾ ആ ഓർഗനൈസർ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇടുന്നുണ്ട്. പിന്നെ നമ്മളെ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ എങ്ങനെ ആയാലും വരുന്നതായിരിക്കും. കാരണം വെച്ചാൽ ഞാൻ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുള്ള ഒരു മണി പ്ലാന്റിൻ്റെ 2 വള്ളിയാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. കാരണം കുറേ വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് വാങ്ങാഞ്ഞത്. അപ്പോൾ അത് ബുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഒരു ഓർഗനൈസറൊക്കെ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ വലിയ എക്സ്പെക്റ്റേഷൻ ഇടേണ്ട. ചെറിയ മട്ടത്തിന് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ എനിക്കൊന്നും ഞാൻ പുറത്തുനിന്ന് ആകെ വാങ്ങിയത് എന്താ വെച്ചാൽ ഈ ഒരു മണി പ്ലാന്റിൻ്റെ വള്ളിയും അതേപോലെ തന്നെ പോസ്റ്റേഴ്സുമാണ്. വേറെ ഒന്നും വാങ്ങിയിട്ടില്ല. ഉള്ള സാധനങ്ങൾ വെച്ച് നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ആക്കി. അപ്പോൾ വലിയ എക്സ്പെക്റ്റേഷൻ ഇടേണ്ട. എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ ചെറിയൊരു ഡെസ്ക് മേക്ക് ഓവറാണ്. അപ്പോൾ വീഡിയോ വരികയാണെങ്കിൽ നിങ്ങളെല്ലാവരും കാണുക. അപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നാളത്തേക്കുള്ള സബ്ജക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ട്യൂഷൻസ് സബ്ജക്റ്റ് ഒന്ന് പഠിക്കുകയാണ്, അല്ലെങ്കിൽ നല്ല തല്ല് കിട്ടും. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതൊന്ന് വായിച്ച് നോക്കുന്നുണ്ട്. എന്താ വെച്ചാൽ പഠിക്കാൻ മീൻസ് ഞാൻ വലിയ പഠിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ ഒന്ന് നോക്കുകയാണ്. എന്താ വെച്ചാൽ നമ്മൾ പഠിക്കാതെ പോയാൽ അതാവ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഭാഗ്യമോ നിർഭാഗ്യമോ എന്നറിയില്ല, എന്നെ വിളിച്ചാൽ ഞാൻ പെടും. പിന്നെ ഇങ്ങനെ അട്ട നോക്കി അല്ലെങ്കിൽ താഴെ നോക്കി ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഉത്തരം അറിയില്ലെങ്കിൽ ഇമ്പോസിഷൻ ഉണ്ടാവും, തല്ലുണ്ടാവും. തല്ല് പിന്നെ സഹിക്കുക. പക്ഷെ കുറേ ആൾക്കാരെ മുന്നേ വെച്ച് കിട്ടുന്നതാണ് അൺസൈക്കബിൾ. പക്ഷേ ഇമ്പോസിഷൻ അത് ഒരിക്കലും സഹിച്ചുകൂടാ. എഴുതുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. എനിക്കിപ്പോഴും എത്രയോ ബുക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഞാൻ ഇതുവരെ കംപ്ലീറ്റ് ആക്കിയില്ല. ഇപ്പം അങ്ങനെ തിരിച്ച് കംപ്ലീറ്റ് ആക്കി വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ട്യൂഷൻ കുറേ ലീവായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏകദേശം ഞാൻ 7 ലീവ് വരെ ട്യൂഷനിൽ എടുത്തിട്ടുണ്ട്. ഇനി ട്യൂഷൻ ലീവ് എടുക്കരുത് എന്നാണ് ഞാൻ വിചാരിച്ചത്. നോക്കട്ടെ, ഇൻഷാ അല്ലാഹ് ഇനി ലീവ് എടുക്കരുത്. പിന്നെ നമ്മൾ പ്ലാനർ കംപ്ലീറ്റ് ആക്കുക. പ്ലാനറൊക്കെ ഇപ്പോൾ ഒരു കഥപാട് തന്നെയാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ കുഴപ്പമില്ലാതൊക്കെ നീങ്ങി പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബ്ലൂ കളർ തീമൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു സാധാ എന്താ പറയുക പെൻസിൽ കളർ വെച്ച് കളർ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന കമൻറ്റിൽ ഞാൻ ഏത് സ്കൂളിലാണെന്ന്. ഞാൻ പുത്തൂർ പള്ളിക്കൽ മലപ്പുറം ജില്ലയിലാണ്, അവിടെയാണ് പഠിക്കുന്നത്. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറേ എന്തൊക്കെ ഉണ്ട്. എല്ലാവരും പറയുന്നുണ്ട് ലോങ് വീഡിയോ ആണെന്ന്. അപ്പോൾ ഇനി നമ്മൾ മാക്സിമം ശ്രമിക്കുക. കാരണം എനിക്കിതുവരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിന്, വീഡിയോ നിർത്തിയാലോ. അത് നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മൾ ഏകദേശം സക്സസ്സിലോട്ട് എത്താൻ നേരത്ത് നമുക്ക് ഒരു പിറകോട്ട് എന്തെങ്കിലുമൊക്കെ വലിക്കാനുണ്ടാവും. അങ്ങനത്തെ ഒരു ഇതേനി. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഏതായാലും നിർത്തേണ്ട, ഇത്രയും കാലം മെനക്കെട്ടല്ലേ. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇനിയും വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല വീഡിയോ സജഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ആക്കുക. പിന്നെ നമ്മളെ വീഡിയോക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ അത് ഒരുപാടുണ്ടാവും. പക്ഷെ എന്നാലും നിങ്ങൾ പറയുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ നെഗറ്റീവായിട്ട് ഒരിക്കലും എടുക്കൂല. പിന്നെ വീഡിയോൻ്റെ ക്ലിയർ അത് ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ എനിക്കിപ്പോൾ ഒന്നും മാറ്റാൻ കഴിയൂല. ബിക്കോസ് എൻ്റെ ഫോണിൻ്റെ മാക്സിമം ക്ലിയർ ഇതാണ്. ഇതിൽ കൂടുതൽ ഒരിക്കലും കിട്ടൂല. കാരണം സാധാ ഒരു ആൻഡ്രോയിഡ് ആയതുകൊണ്ടല്ല, സാധാ ഒരു സാംസങ്ങിൻ്റെ പഴയ ഫോണാണ്. പഴയത് മീൻസ്
അങ്ങനെയല്ല ഒരു 4 കൊല്ലമായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ X24 Ultrയും X24ഉം 3യും ഒന്നുമല്ല. സാധാ ഒരു സാംസങ് ഗാലക്സി A51 ആണ്. കുറേ ആൾക്കാർ അതും കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്. കാണിച്ചാൽ ഈ ഒരു ഫോണിൽ ഇത്രയൊക്കെ ക്ലിയർ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്കൊന്നും കിട്ടൂല. പിന്നെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുക. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളതിൽ നല്ല ക്ലിയറുള്ള ഫോണില്ലല്ലോ, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ളത് കൊണ്ട് ചെയ്യുകയാണ്. അപ്പം ഇൻഷാല്ലാ നമുക്ക് കൈയാണെങ്കിൽ വീഡിയോസ് എന്താ പറയുക പൈസ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വാങ്ങണം. വല്ല ഓണമോ അല്ലെങ്കിൽ ക്രിസ്മസോ വിഷു എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നല്ല ഓഫറൊക്കെ ഉള്ള സമയത്ത് നമുക്ക് നല്ലൊരു ഫോണൊക്കെ മേടിക്കണം. അങ്ങനെതാ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്ത പരിപാടി പറയാൻ യൂണിഫോം അയൺ ചെയ്യുക. ഇത് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. 8ാം ക്ലാസ്സിൽ ഞാൻ അങ്ങനെ അയൺ ചെയ്യില്ല. ഇനി 8 എനിക്കിപ്പോഴും ആലോചിക്കാൻ വയ്യ ഞാൻ എന്ത് കഥകുതയിലാണ് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് എപ്പോഴും ഒരു നീറ്റ്നെസ് വേണം, ഒരിക്കലും ഓവറാക്കണതല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഓവറാക്കുക. പക്ഷെ ഒരു തരം വൃത്തി വേണം. എൻ്റെ 8ാം ക്ലാസ്സിൽ ആ സാധനമൊന്നും ഇല്ല. ഇനി ഞാൻ തിരികെ വിടൂല, ഒന്നാകെ ഒരു കഥയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ മറക്കാതെ ചെയ്യുന്നൊരു കാര്യമാണ് അയൺ ചെയ്യുക. അതാവുമ്പോൾ മറന്നുപോയ നാളെ ഞാൻ പെടും. സോ നമ്മൾ രാത്രി തന്നെ അയൺ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി എനിക്ക് കുറച്ചും കൂടി നേരം ഉണ്ടായിരുന്നു. കുറച്ച് നേരം TV കാണാൻ വിചാരിച്ചു. ഇപ്പോൾ വരുന്നവരെ കാത്തുക്കാം. ഇപ്പോൾ ഒരു 10:30 ആകുമ്പോൾ വരും. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കേട് എടുത്തിട്ടുണ്ട്, മീൻസ് തൈര് എടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടത്തൈരാണ്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. എന്ന് വെച്ചാൽ മിക്സ് ചെയ്തിട്ടൊരു സുഖമില്ല. പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഫേസ് പാക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇതൊരു സ്ക്രബ്ബറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പണ്ടേതോ കാലത്ത് ഞാൻ ഇട്ടൊരു ഓർമ്മയുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുകയാണ്. അങ്ങനെ നമ്മൾ വെൽ മിക്സ് ചെയ്യാണ്. വെൽ മിക്സ് അങ്ങനെ അത് മിക്സ് ചെയ്ത് നമ്മൾ തേക്കാണ്. അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം ഈ ഒരു ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എനിക്കറിയാം ഈ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും ഇല്ല, നമുക്ക് അടുത്ത പ്രാവശ്യം അടിപൊളിയാക്കാം. അപ്പോൾ എന്നോട് കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റഡി വ്ലോഗ്. ഞാൻ സ്റ്റഡി വ്ലോഗ് ഇടാത്ത കാരണം എന്താ വെച്ചാൽ ഞാൻ കാര്യമായിട്ട് പഠിക്കുന്ന ഒരാളല്ല. ഞാൻ അന്നന്ന് എടുക്കണം അന്നന്ന് പഠിക്കൂല. പിന്നെ നാളത്തേക്കുള്ളത് നാളെ പേര് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ഇന്ന് ഞാൻ പഠിക്കില്ല. ഒന്നും ചെയ്യാത്ത ഒരാളാണ്, ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് വലിയ കാര്യമില്ല. പക്ഷെ എന്നാലും നമുക്ക് നോക്കാം. കാരണം വെച്ചാൽ ഞാനും പഠിക്കും, അതിനിപ്പോൾ നിങ്ങളും ചിലപ്പോൾ പഠിച്ചാലോ. അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.